വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ സജിമോൻ ആന്റണി, മംദാനി ഉയർത്തിയ വെൽഫെയർ പൊളിറ്റിക്സ് അതിൽ ആകൃഷ്ടരായി അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്നാണോ കരുതേണ്ടത്? അതോ ട്രംപ് രണ്ടാം ടേമിൽ അധികാരത്തിലെത്തിയതിനു ശേഷം നടപ്പാക്കിയ നയങ്ങൾ, അത് കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള നയങ്ങളായാലും അദ്ദേഹത്തിൻ്റെ ഗസ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകളായാലും ഇസ്രയേലിന് അനുകൂലമായി തുടരെ സ്വീകരിക്കുന്ന നിലപാടുകളായാലും പിന്നീട് ഇങ്ങോട്ട് താരിഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ, അൺപ്രഡിക്റ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എടുത്തുചാടിയുള്ള നടപടികൾ, അതിനൊക്കെ കൂടിയുള്ള ഒരു സന്ദേശം എന്ന നിലയിൽ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നാണോ? എന്താണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ വൺ ഓർ ദ അതർ വേ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് വരുന്നതിന് മുമ്പ് എനിക്ക് 2-3 ക്ലാരിഫിക്കേഷൻ തരാൻ ആഗ്രഹിക്കുന്നു. മംദാനി ഒരു എക്സ്ട്രീം ലെഫ്റ്റ് അല്ല. നമ്മുടെ ഈ പാനലിനകത്ത് അങ്ങനെ ഒരു സംസാരം വന്നു കഴിഞ്ഞാൽ ഐ ഡിസഗ്രി ഉണ്ടായിട്ട് ഹീസ് എ സോഷ്യലിസ്റ്റ് ആണ്. സോഷ്യലിസ്റ്റും എക്സ്ട്രീം മാർക്സിസമായിട്ട് ഒരു വ്യത്യാസമുണ്ട്, കമ്മ്യൂണിസ്റ്റുമായിട്ട് ഒരു വ്യത്യാസമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തേത്, നമ്മൾ ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ബി വെരി കോഷ്യസ് ടു. കാരണം അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ ഹെറിറ്റേജ് ഉണ്ട്. പക്ഷെ അങ്ങനെ അദ്ദേഹം ഒരു ഇന്ത്യക്കാരനല്ല, ഈസ് അമേരിക്കൻ പൗരൻ, അമേരിക്കൻ സിറ്റിസൺ. ഇവിടെയാണ് കഴിഞ്ഞ 27 വർഷമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊരു ക്ലാരിറ്റി തരാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായിട്ട് നിർമ്മൽ പറഞ്ഞ പോയിന്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ന്യൂയോർക്ക് സിറ്റിക്ക് മേയർക്ക് അവർക്ക് അവരുടേതായ ഒരു അധികാര പരിധിയുണ്ട്, എന്നാൽ ചില കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ന്യൂയോർക്ക് സ്റ്റേറ്റിന്റെ ഗവർണറാണ്. അപ്പോൾ ഗവർണർ കാതി ഹോച്ചൽ ഫോർച്ചുനേറ്റ്ലി മംദാനിയുടെ ഒരു സപ്പോർട്ടറാണ്, ഏർലി ആയിട്ട് ഓപ്പൺ ആയിട്ട് വന്ന ആളാണ്, സപ്പോർട്ടായിട്ട് വന്ന ആളാണ്. സോ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും മംദാനിയുടെ പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. എന്നാൽ തേർഡ് ലെയർ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഫണ്ടിങ്ങും മറ്റു കാര്യങ്ങൾക്കും ഒരു തട വന്നേക്കാം. എന്നാൽ ഇവിടെ ഒരു ഒരു കിങ് അല്ല ഭരിക്കുന്നത്, കിങ് ആണ് ഭരിക്കുന്ന അങ്ങനെ ഒരു വേർഷൻ വന്നാൽ പോലും അങ്ങനെ ഒരു വേർഷൻ അല്ല ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ റണ്ണ് ചെയ്യുന്നത്. അപ്പൊ ചില പോളിസികൾ ഫെഡറൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ആക്കാൻ നോക്കിയാൽ പോലും അവിടെയും ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ട് US കോൺഗ്രസും US സെനറ്റും. അതുകൊണ്ടാണ് എന്തുമാത്രം ഈ US സെനറ്റിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റിന് വേണ്ടിയിട്ട് ഇത്രയും മത്സരപ്പെടുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാണ് മിക്കവാറുള്ള കാര്യങ്ങൾ പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്ത് പോയാലും അതിന് ചെക്ക് ആൻഡ് ബാലൻസ് ചെയ്ത് വേണോ വേണ്ടോ എന്ന് അൾട്ടിമേറ്റ് തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ട്രംപ് അതിനെ മറികടക്കാൻ പലപ്പോഴും നോക്കുന്നുണ്ട്. പക്ഷെ അത് എവിടെ വരെ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ല എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഷട്ട് ഡൗൺ പോലും. 35-36 ദിവസം ആകുമ്പോൾ പോലും ട്രംപ് പറയുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാലും അതൊരു സ്റ്റാൻഡ് സ്റ്റിൽ ആണ്. കാരണം പോളിസി മേക്കിംഗ് ആ ഒരു ഗവർണിംഗ് ബോഡിക്ക് US സെനറ്റിനും അല്ലെങ്കിൽ കോൺഗ്രസിനും വലിയൊരു അധികാരമുണ്ട്, ഒരു കൺട്രോൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ചില കാര്യങ്ങൾ മംദാനി പറഞ്ഞ പോലെ അദ്ദേഹത്തിന് നടക്കാനുള്ള ഒരു റൈറ്റ് ന്യൂയോർക്ക് ഗവർണർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ന്യൂയോർക്കിന്റെ മേയർ എന്ന നിലയിൽ മേയർ ഗവർണറോട് സഹകരിച്ചുകൊണ്ട് ചില കാര്യം ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾക്ക് വലിയൊരു കൺഫ്യൂഷൻ വന്നേക്കാം എന്നൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പോളിസിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് യഥാർത്ഥ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇതൊരു മിക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ആന്റി ജൂയിഷ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്ട്രീം ഒരു നിലപാട് മംദാനി എടുത്തിരുന്നു. എന്നാൽ സർപ്രൈസിംഗ് ആയിട്ട് നമുക്ക് കാണേണ്ടത് ഏകദേശം 33% ജൂയിഷ് വോട്ടുകളും മംദാനി നേടി എന്നുള്ളതാണ്. അത് വളരെ സർപ്രൈസിംഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല 5-10% വല്ല ജൂയിഷ് വോട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുള്ളൂ. കാരണം അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലിന്റെ പോളിസികൾക്കെതിരെയൊക്കെ ആയിട്ട് വളരെ വോക്കലായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒന്നത്. രണ്ടാമത്തേത്, പലപ്പോഴും നമ്മൾ ഇന്ത്യക്കാരനാണ് നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഒരു കാര്യയുടെ അതിനകത്ത് സൂചിപ്പിക്കാനുള്ളത് ഇതാണ്, ആ ഇന്ത്യൻ ഒറിജിൻ ആൾക്കാരുടെ വലിയൊരു സപ്പോർട്ട് മംദാനിക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അദ്ദേഹം എങ്ങനെ ഇസ്രായേലിനെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നോ അതേ ആ ഒരു സ്ട്രോങ്നെസ് ഇന്ത്യക്കെതിരെ അല്ല പ്രൈം മിനിസ്റ്റർ മോദിക്കെതിരെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഗുജറാത്ത് കണക്ഷൻ ഉണ്ട്. ഗുജറാത്ത് കണക്ഷനിൽ പ്രത്യേകിച്ച് 2003 റയോട്ട്സ് ഒക്കെ നടന്നപ്പം എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി നല്ല ഫീലിംഗ് ഉള്ള ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവരുടെ ഫാമിലി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പൊ അതിൽ നിന്ന് ഈ പ്രൈം മിനിസ്റ്റർ മോദിയോടുള്ള ഒരു എതിർപ്പ് അദ്ദേഹം പലപ്പോഴും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പല ക്യാമ്പയിനിലും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ഒരു പ്രത്യേക ഒരു സെഗ്മെന്റ് ഓഫ് ആൾക്കാർ അദ്ദേഹത്തിന് സപ്പോർട്ട് ഇല്ലായിരുന്നു എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഞാൻ ചില മീഡിയയിലൊക്കെ വരുന്നത് കണ്ടു, മംദാനി ഒരു എക്സ്ട്രീം കമ്മ്യൂണിസ്റ്റ് ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയമാണ് എന്നൊക്കെ പറയുന്നത് അത് ജസ്റ്റ് ടോട്ടൽ BS എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. ഒരു സോഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം, ഒരു എക്സ്ട്രീം കമ്മ്യൂണിസ്റ്റ് ഒന്നും അല്ല. എതിരാളികളെ അങ്ങനെ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ്